ഇന്ത്യ എന്ന ആശയത്തിന്റെ ആത്മാവായ ഭരണഘടനയും അതിന്റെ അന്തസത്തയും മുൻപെങ്ങും ഇല്ലാത്ത വിധം കടുത്ത വെല്ലുവിളികൾ നേരിടുന്ന കാലഘട്ടത്തിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് നൽകിയ സന്ദേശത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെയും രാജ്യത്ത് വളർന്നുവരുന്ന ഏകശിലാത്മകമായ വിചാരധാരകളെയും അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചത്. ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷതയും ഫെഡറൽ തത്വങ്ങളും തകർക്കാൻ ഭരണകൂടം തന്നെ ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുകയാണെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. ഇന്ത്യയുടെ അടിസ്ഥാന ശിലകളായ ജനാധിപത്യ മൂല്യങ്ങൾ ഓരോന്നായി കടപുഴകി വീണുകൊണ്ടിരിക്കുകയാണെന്ന ആശങ്ക അദ്ദേഹം പങ്കുവച്ചു. ശക്തമായ കേന്ദ്രവും സംതൃപ്തമായ സംസ്ഥാനങ്ങളും എന്നതായിരുന്നു ഇന്ത്യൻ ഭരണഘടനാ ശില്പികൾ വിഭാവനം ചെയ്ത ഫെഡറൽ സങ്കല്പം. എന്നാൽ ഇന്ന് ഈ സങ്കല്പം കേവലം വാക്കുകളിൽ മാത്രമായി ഒതുങ്ങുകയാണെന്നും പ്രായോഗിക തലത്തിൽ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അധികാരങ്ങൾ കവർന്നെടുക്കുന്ന കേന്ദ്ര നയങ്ങൾക്കെതിരെ അദ്ദേഹം ശക്തമായി പ്രതികരിച്ചു. GST ഉൾപ്പെടെയുള്ള പരിഷ്കാരങ്ങൾ വന്നതോടെ സംസ്ഥാനങ്ങളുടെ വരുമാന സ്രോതസ്സുകൾ പരിമിതപ്പെട്ടെന്നും അർഹമായ വിഹിതം നൽകുന്നതിൽ കേന്ദ്രം വിമുഖത കാണിക്കുകയാണെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ഭരണഘടനാ സ്ഥാപനങ്ങളെ രാഷ്ട്രീയ ആയുധങ്ങളാക്കി മാറ്റുന്ന പ്രവണത ജനാധിപത്യത്തിന് ആപത്താണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട ഏജൻസികളെ ഉപയോഗിച്ച സംസ്ഥാന സർക്കാരുകളെയും പ്രതിപക്ഷ നേതാക്കളെയും വേട്ടയാടുന്നത് ഫെഡറൽ സംവിധാനത്തെ ദുർബലപ്പെടുത്തുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത്തരം നയങ്ങൾക്കെതിരെ രാജ്യം ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണിത്. ഭരണഘടന വെറുമൊരു നിയമഗ്രന്ഥമല്ല, മറിച്ച് ഇന്ത്യയുടെ വൈവിധ്യങ്ങളെ ആഘോഷിക്കുന്നതും ഓരോ പൗരനും തുല്യനീതി ഉറപ്പാക്കുന്നതുമായ ഒരു ജീവസുറ്റ പ്രമാണമാണെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഇന്ത്യ എന്ന ആശയത്തെ സംരക്ഷിക്കാൻ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. നാനാത്വത്തിൽ ഏകത്വം എന്ന ഇന്ത്യയുടെ കരുത്തിനെ അട്ടിമറിക്കാനാണ് ചില ശക്തികൾ ശ്രമിക്കുന്നത്. ഇത് രാജ്യത്തിന്റെ അസ്തിത്വത്തിന് തന്നെ ഭീഷണിയാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. രാജ്യത്ത് ഏകശിലാത്മകമായ ഒരു വിചാരധാര അടിച്ചേൽപ്പിക്കാൻ ശ്രമം നടക്കുന്നു. ഭക്ഷണത്തിലും വസ്ത്രത്തിലും ഭാഷയിലും വൈവിധ്യം പുലർത്തുന്ന ജനതയ്ക്ക് മേൽ ഒരു പ്രത്യേക സംസ്കാരം മാത്രം അടിച്ചേൽപ്പിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും അദ്ദേഹം തന്റെ സന്ദേശത്തിൽ വ്യക്തമാക്കി. അധികാര വികേന്ദ്രീകരണത്തിലൂടെയും ജനകീയ ഇടപെടലുകളിലൂടെയും കേരളം ഉയർത്തിപ്പിടിക്കുന്ന ബദൽ മാതൃകകൾ ഈ പോരാട്ടത്തിന് വലിയ കരുത്ത് പകരുന്നുണ്ട്. താഴെത്തട്ടിലുള്ള ജനങ്ങളിലേക്ക് അധികാരം എത്തിക്കുന്ന കേരള മോഡൽ രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. മതനിരപേക്ഷത സംരക്ഷിക്കുക എന്നത് റിപ്പബ്ലിക് ദിനത്തിൽ നാം എടുക്കേണ്ട ഏറ്റവും വലിയ പ്രതിജ്ഞയാണ്. വിശ്വാസത്തിന്റെ പേരിൽ മനുഷ്യരെ ഭിന്നിപ്പിക്കുന്നത് രാജ്യത്തിന്റെ ഐക്യം തകർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഭിന്നിപ്പിന്റെ രാഷ്ട്രീയത്തെ സ്നേഹവും സാഹോദര്യവും കൊണ്ട് പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കണം. രാഷ്ട്രീയമായ വിയോജിപ്പുകൾക്കിടയിലും രാജ്യം എന്ന നിലയിലുള്ള ഒരുമ കാത്തു സൂക്ഷിക്കാൻ ഓരോ പൗരനും ബാധ്യസ്ഥനാണെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സാംസ്കാരിക മേഖലകളിലും കടന്നുകൂടുന്ന വർഗീയ അജണ്ടകളെ ചെറുക്കണം. യുക്തിചിന്തയും ശാസ്ത്രബോധവും വളർത്തുന്നതിന് ഭരണഘടന നൽകുന്ന നിർദ്ദേശങ്ങൾ നാം മുറുകെ പിടിക്കണമെന്നും അദ്ദേഹം സന്ദേശത്തിൽ പറഞ്ഞു. സ്ത്രീകൾക്കും ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്കും ഭരണഘടന ഉറപ്പു നൽകുന്ന സുരക്ഷയും തുല്യതയും ഉറപ്പാക്കാൻ ഭരണകൂടങ്ങൾ സന്നദ്ധമാകണം. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ശബ്ദം കേൾക്കാത്ത ജനാധിപത്യം അപൂർണമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്തിന്റെ സമ്പത്ത് ചുരുക്കം ചില കോർപ്പറേറ്റുകളിലേക്ക് കേന്ദ്രീകരിക്കുന്ന സാമ്പത്തിക നയങ്ങളെയും അദ്ദേഹം വിമർശിച്ചു. സാധാരണക്കാരന്റെ ജീവിതം ദുസ്സഹമാക്കുന്ന വിലക്കയറ്റവും തൊഴിലില്ലായ്മയും പരിഹരിക്കാൻ കേന്ദ്രം തയ്യാറാകണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഭരണഘടനയെ സംരക്ഷിക്കുക എന്നതിനർത്ഥം ഇന്ത്യയെ സംരക്ഷിക്കുക എന്നതാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. വരും തലമുറയ്ക്ക് വേണ്ടി ഒരു മതേതര ജനാധിപത്യ ഇന്ത്യയെ കാത്തു സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട്. കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ തടസ്സം നിൽക്കുന്നു എന്ന പരാതി അദ്ദേഹം ആവർത്തിച്ചു. ഫെഡറൽ സംവിധാനത്തിലെ മാന്യത പാലിക്കാത്ത നടപടികൾക്കെതിരെ നിയമപരമായും രാഷ്ട്രീയമായും പോരാടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭരണഘടനാ വിരുദ്ധമായ നിയമനിർമ്മാണങ്ങൾ രാജ്യത്തിന്റെ സുസ്ഥിരതയെ ബാധിക്കും. ജനങ്ങളെ വിഭജിക്കുന്ന പൗരത്വ നിയമങ്ങൾ ഉൾപ്പെടെയുള്ളവയോടുള്ള കേരളത്തിന്റെ വിയോജിപ്പ് അദ്ദേഹം വീണ്ടും അടിവരയിട്ടു. ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ ജനാധിപത്യ വിശ്വാസികൾ അണിനിരക്കണം. ഭരണഘടനയുടെ മൂല്യങ്ങൾ നെഞ്ചേറ്റിക്കൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് അദ്ദേഹം പറഞ്ഞു. റിപ്പബ്ലിക് ദിനം കേവലം ഒരു ചടങ്ങായി മാറരുത്, മറിച്ച് അത് നമ്മുടെ അവകാശങ്ങളെയും കടമകളെയും കുറിച്ചുള്ള ബോധ്യം ഉണ്ടാക്കുന്ന ദിനമാകണം. ഭരണഘടന ഓരോ പൗരനും നൽകുന്ന സംരക്ഷണം ആർക്കും നിഷേധിക്കപ്പെടരുത്. ഇന്ത്യയെ സംരക്ഷിക്കാനുള്ള ഈ പോരാട്ടത്തിൽ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികൾ ഒരുമിച്ച് മുന്നേറണമെന്നും ഭിന്നിപ്പിന്റെ ശക്തികളെ പരാജയപ്പെടുത്തണമെന്നും ആഹ്വാനം ചെയ്തുകൊണ്ടാണ് മുഖ്യമന്ത്രി തന്റെ റിപ്പബ്ലിക് ദിന സന്ദേശം അവസാനിപ്പിച്ചത്.